നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നിലമ്പൂർ എംഎൽഎ PV അൻവർ ഇട്ട ബോംബ് വീഴേണ്ടിടത്ത് തന്നെ വീണിരിക്കുന്നു. ഇതിന്റെ പിന്നാലെ കുടുങ്ങാൻ പോകുന്നവരുടെ എണ്ണമാണ് ഇനി അറിയേണ്ടത്. മുഖ്യമന്ത്രി അടക്കം വെട്ടിലായിരിക്കുകയാണ്. കാരണം ആഭ്യന്തര വകുപ്പിന് തലപ്പത്ത് മുഖ്യനിരിക്കുമ്പോഴാണ് മുഖ്യന് കീഴിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് ആഭ്യന്തര വകുപ്പിന് അങ്ങേയറ്റം നാണക്കേടുണ്ടാക്കുന്ന സംഭവമാണ്. ഏതായാലും പ്രതിപക്ഷം ഇതൊരു വീട് കിട്ടിയ അവസരമായി എടുത്തിരിക്കുകയാണ്. കാരണം ഇപ്പോൾ MLA അൻവറിന്റെ ആരോപണങ്ങളിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ രാജി ആവശ്യപ്പെട്ട് പ്രക്ഷോഭം സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ്. ഈ മാസം 6-നാണ് കോൺഗ്രസ് സെക്രട്ടേറിയറ്റ് മാർച്ച് സംഘടിപ്പിക്കാനായിട്ട് ഒരുങ്ങുന്നത്. KPCC നേതൃയോഗമാണ് ഇത് തീരുമാനിച്ചിരിക്കുന്നത്. നിയമപരമായ നടപടികൾ സ്വീകരിക്കാനും പ്രതിപക്ഷം ആലോചിക്കുന്നുണ്ട്. പക്ഷേ PV അൻവർ ചില ഫോൺ റെക്കോർഡുകൾ മാത്രമാണ് പുറത്തുവിട്ടിട്ടുള്ളത്. ADGP MR അജിത് കുമാറിനെതിരെയുള്ള സ്വത്ത് സമ്പാദനം, മുഖ്യമന്ത്രിയെയും P ശശിയെയും കേന്ദ്രീകരിച്ചുള്ള രാഷ്ട്രീയ ആക്രമണമാകും പ്രധാനമായും പ്രതിപക്ഷം ഉന്നയിക്കാൻ പോകുന്നത്. ഏതായാലും പ്രതിപക്ഷവും കടുപ്പിക്കാൻ തന്നെയാണ് തീരുമാനം. 6-ാം തീയതിയാണ് സെക്രട്ടേറിയറ്റ് വളയൽ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഏതായാലും മുഖ്യമന്ത്രിയുടെ രാജി തന്നെയാണ് പ്രധാനമായിട്ടും ഉന്നയിക്കാൻ പോകുന്നത്. അതുമാത്രമല്ല, അൻവർ MLA ഉന്നയിച്ച ഫോൺ ചോർത്തൽ ആരോപണം സമഗ്രമായി അന്വേഷിക്കണമെന്നും കുറ്റക്കാരെ ശിക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കും DGPക്കും പരാതി നൽകിയിട്ടുണ്ട്. റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ അത്വാല വിഭാഗം കേരള ഘടകം സംഘടനാ ജനറൽ സെക്രട്ടറി RC രാജീവ് ദാസാണ് പരാതി നൽകിയിരിക്കുന്നത് എന്നാണ് ചില റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. PV അൻവറും മലപ്പുറത്തെ മുൻ SP ആയ സുജിത് ദാസും തമ്മിലെ ഒരു ഫോൺ സംഭാഷണം പുറത്തു വന്ന പശ്ചാത്തലത്തിലാണ് അമിത്ഷായ്ക്കും DGPക്കും പരാതി നൽകിയത്. ചാനലുകളിലൂടെ കേട്ട ഫോൺ സംഭാഷണത്തിൽ പലരുടെയും ഫോൺ ചോർത്തിയെന്ന് അൻവർ സമ്മതിക്കുന്നുണ്ട്. വ്യക്തി സ്വാതന്ത്ര്യത്തിലേക്കുള്ള കടന്നുകയറ്റമാണ് ഫോൺ ചോർത്തൽ. പോലീസ് ഉദ്യോഗസ്ഥരുടെയും ഭാര്യമാരുടെയും ഫോൺ ഇത്തരത്തിൽ ചോർത്തിയെന്നും അൻവർ സമ്മതിക്കുന്നു. മലപ്പുറം കേന്ദ്രീകരിച്ച് തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്ന തരത്തിലടക്കം വ്യാജ ടെലിഫോൺ എക്സ്ചേഞ്ചുകളും മറ്റുമുണ്ടെന്ന വസ്തുത കേരള പോലീസ് തന്നെ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ അൻവറിന്റെ ആരോപണം ഗുരുതരമാണെന്ന് പരാതിയിൽ പറഞ്ഞു. പോലീസ് ഉദ്യോഗസ്ഥരുടെ അടക്കം ഫോൺ ചോർത്തിയെന്ന സമ്മതം സത്യസന്ധരായ പോലീസ് സേനയിലെ ഉദ്യോഗസ്ഥരെ പോലും സമ്മർദ്ദത്തിലാക്കുന്നതും പോലീസ് സേനയ്ക്ക് കളങ്കം ഏൽപ്പിക്കുന്നതും ചെയ്യുന്നതാണ്. ഇക്കാര്യത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ കടുത്ത ശിക്ഷാ നടപടികൾ ലഭിക്കാൻ നടപടി സ്വീകരിക്കണമെന്നും RC രാജീവ് ദാസ് അമിത്ഷായ്ക്കും DGPക്കും നൽകിയ പരാതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇനി അമിത്ഷാ കേന്ദ്രം ഇതിൽ ഇടപെടുമോ എന്നുള്ളതാണ് അറിയാനുള്ളത്. കഴിഞ്ഞ ദിവസമാണ് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി PR ശശി, ADGP MR അജിത് കുമാർ, പത്തനംതിട്ട SP സുജിത് ദാസ് എന്നിവർക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി ഭരണകക്ഷി MLA രംഗത്ത് വന്നത്. അജിത് കുമാർ തന്റെയും മന്ത്രിമാരുടെയും മാധ്യമ പ്രവർത്തകരുടെയും ഫോൺ ചോർത്തിയെന്നും പോലീസിനെ നിയന്ത്രിക്കുന്നത് കൊടും ക്രിമിനലുകളാണെന്നും ഇന്നലെ വെളിപ്പെടുത്തിയിരുന്നു. ADGP കൊലയാളിയാണെന്നും ദാവൂദ് ഇബ്രാഹിമാണ് അദ്ദേഹത്തിന്റെ റോൾ മോഡലെന്നും നിലമ്പൂർ MLA ആരോപിച്ചിരുന്നു. ഇതൊക്കെയാണ് വലിയ രീതിയിൽ കേരളത്തിൽ ഒരു രാഷ്ട്രീയ കോളിളക്കത്തിന് ഇടവെച്ചിരിക്കുന്നത്. ഏതായാലും ഇതിനെതിരെ എന്തായിരിക്കും ഇനി നടപടി വരാൻ പോകുന്നത് എന്നുള്ളതാണ് ഒരു ചോദ്യചിഹ്നമായി ഉയരുന്നത്.